പാത്രം എടുത്ത് അങ്ങോട്ട് കമത്തണം. എന്നിട്ട് ചുറ്റിനൊരു വട്ടം വരച്ച് പിന്നെ കുറെ കുഞ്ഞു കുഞ്ഞു വട്ടങ്ങൾ വരച്ച് എല്ലാം കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി വെച്ചോ. നമുക്കൊരു അമ്പലം അങ്ങ് പണിയാം. എല്ലാം ഷടപടിയെ ആയിക്കോട്ടെ. കാര്യം ഇത് ചെയ്തിട്ട് വേണേ പോയി കിടന്നുറങ്ങാൻ. പൊക്കിക്കുന്ന സാധനം വെച്ച് എന്ത് പരിപാടി കാണിച്ചാലും ഞാനത് രാത്രി തന്നെ ചെയ്യാൻ ശ്രമിക്കും. കാരണം നിങ്ങൾ പറഞ്ഞല്ലേ ശബ്ദം ഉണ്ടെങ്കിൽ അത് ശരിയായ വഴിയിലൂടെ ഒഴുകത്തതുമില്ല. പിന്നെ എന്റെ വീട്ടിൽ എപ്പോഴും വെച്ച് വെള്ളമായിരിക്കും. ഞാനെങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാലോ എനിക്ക് പിന്നെ പുല്ല് വിലയുണ്ട് ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എനിക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന സമയം രാത്രിയാണ്. അങ്ങനെ പറഞ്ഞു തൂണുമായി പുകയ്ക്ക് ഒഴുകാനുള്ള പടികളുമായി. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഒരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ സാധനം കത്തിച്ചു വെച്ചപ്പോഴേക്കും എടാ അത് 1-2 പടി തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് താഴോട്ടൊന്നും ഒഴുകി വീഴുന്നില്ലാന്ന്. ഇപ്പൊ വീഴും എന്ന് പറഞ്ഞു കണ്ണിലെണ്ണ ഒഴിച്ച് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന് കാണും. എന്നിട്ട് ചരിച്ചു പിടിച്ചു കൊടുത്തു. അപ്പോഴും വീഴുന്നില്ല. ആഹാ വാശിയല്ല എനിക്കുണ്ട് വാശി എന്ന് പറഞ്ഞു ആ സാധനം കത്തിച്ച് ഇങ്ങ് അറ്റൊരെണ്ണം കൊണ്ടുവച്ചു. എന്നിട്ട് വീഴുന്നില്ലടാ. അവസാനം നമ്മുടെ ശിവലിംഗം എടുത്ത് പൊക്കി പിടിച്ചും കൊടുത്തു. അതിന്റെ പുറത്തേക്ക് പുക വീഴുന്ന കണ്ടിട്ട് വേണം എനിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ. അങ്ങനെ കാത്തിരുന്ന് അവസാനം അത് വീണപ്പോ കുറച്ച് ആശ്വാസമൊക്കെ കിട്ടി. ഇതൊന്നും ഒഴുകി വന്ന് താഴേക്ക് വീണാർന്ന് എന്ത് ഭംഗിയായിരുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാക്കിയത് ഞാനല്ലേ. അപ്പൊ പിന്നെ ഇതിലും കുളവായാലേ ഉള്ളൂ.